അങ്ങനെ ഞങ്ങൾ ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ആ കപ്പിൾ ഡേറ്റ് അങ്ങോട്ട് സെറ്റാക്കി. ഡെയിലി റൊട്ടീൻസും ഒരേ പണികളും, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പിള്ളേരുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കുക, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഹസ്ബൻഡ്സ് ആണെങ്കിലും വർക്ക് പ്രഷറും എല്ലാം കൊണ്ട് ടെൻഷൻ, ഇതെല്ലാം മാറ്റാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനായിരുന്നു ഒറ്റയ്ക്കൊരു ഡിന്നർ ഡേറ്റിന് പോവുക. അതായത് കപ്പിൾ ഡിന്നർ ഡേറ്റ്. എല്ലായ്പ്പോഴും എല്ലാവർക്കും പറ്റാവുന്നതല്ല, പക്ഷേ വി ഗെറ്റ് ചാൻസസ് അല്ലേ. എപ്പോഴെങ്കിലും പാരൻസ് നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കുട്ടികളെ അവരെ ഏൽപ്പിച്ചിട്ട് കപ്പിൾസ് ഓൺലി ഒരു ഡിന്നർ ഡേറ്റ് ഒക്കെ സെറ്റാക്കിയാൽ അത്രയും റിലാക്സേഷൻ കിട്ടുന്ന വേറെ ഒരു കാര്യമില്ല കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം പോയത് ഹെന്നൂർ റോഡിലുള്ള ഒയ്യ. ഈ അടുത്താണ് കേട്ടോ മനസ്സിലായ ഒയ്യ എന്നല്ല പ്രൊനൗൺസിയേഷൻ, ഇയ എന്നാണ്. അതൊരു ഗ്രീക്ക് വേർഡാണത്രേ. എന്നാൽ പിന്നെ ഈ പ്രൊനൗൺസിയേഷൻ പോലെ തന്നെ സ്പെല്ല് ചെയ്താൽ പോരെ. ഇംഗ്ലീഷുകാരൊരു കാര്യമില്ലേ. ഞങ്ങൾ ഇതിനു മുന്നേ 1-2 ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആംബിയൻസ് ഒന്ന് ഡിഫറെൻ്റ് തന്നെ. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ നല്ല അടിപൊളി സീറ്റും കിട്ടി. അതിൻ്റെ ഉള്ളൊരു വാട്ടർ ബോഡി ഉണ്ട്. ആ വാട്ടർ ബോഡിയുടെ സൈഡിലായിട്ട് തന്നെ നല്ലൊരു സീറ്റ് കിട്ടി, ഒരു കപ്പിൾ സീറ്റ് കിട്ടി. നല്ല അടിപൊളി വൈബും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. ആ വാട്ടർ ബോഡിയിലാണെങ്കിൽ കുറേ ജാപ്പനീസ് കോഫിഷസ് ഉണ്ടായിരുന്നു. എന്തൊരു റിലാക്സിങ് ആണെന്നറിയോ അത് നോക്കിയിരിക്കാൻ. ഒരു ചെറിയ ക്യാൻഡിൽ ലൈറ്റും, പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യം പറയണ്ട, നല്ല രസമല്ല, നല്ല ഡിഫറെൻറ്റ് സാധനങ്ങളുമായിരുന്നു. ഞങ്ങൾ 1-2 സ്റ്റാർട്ടേഴ്സാണ് ഓർഡർ ചെയ്തത്. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു ഇപ്രാവശ്യം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നത് അത്ര നല്ലതല്ല അവരുടെ ഫുഡ് എന്നാണ്. ബട്ട് അങ്ങനെയായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എല്ലാം ഇഷ്ടമായി. ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു 3 ഐറ്റമും ഞങ്ങൾക്ക് ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിരുന്നു. അവരുടെ പ്രസൻറ്റേഷൻ ഇസ് ടു ഗുഡ്. നല്ല അടിപൊളി പ്രസൻറ്റേഷനായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്തും ഈസിയും കുറച്ചുകൂടി എനർജറ്റിക്കും കുറേ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഔട്ടിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ ഇൻറ്റീരിയർ വർക്ക് വാസ് വെരി ഗുഡ്. ലൈക്ക് അവരുടെ കുറച്ച് ഡ്രോയിങ്സ്, മാക്രമി വർക്ക്, പിന്നെ അവരുടെ കുറച്ച് കെയിൻ ലാമ്പ് ഷെയ്ഡ്സ്, നല്ല രസമായിരുന്നു അതെല്ലാം കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഡിന്നർ ഡേറ്റൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു വിത്ത് ഫുൾ ഓൺ എനർജി.